നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോയി വരാം. ഡൽഹിയിൽ നിന്നും ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദേശീയ വാർത്തകളും വിവരങ്ങളുമാണ് ആദ്യം നൽകുന്നതെങ്കിലും കാശ്മീരിൽ ട്രക്കും ടെമ്പോ ട്രാവലറും കൂടിയിടിച്ചിട്ടും മലയാളി മരിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് ശരത്തിലേക്ക് പോയി വരാം. ശരത്, വെരി ഗുഡ് മോർണിംഗ്. രാവിലെ നമുക്കൊരു ദുഃഖവാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കേണ്ടത്. എപ്പോഴാണ് ഈ അപകടം നടന്നത്? ജമ്മു ശ്രീനഗർ ദേശീയപാതയിലായിരുന്നു അപകടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളികളായിരുന്നോ ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നത്? അവരെല്ലാവരും വിനോദസഞ്ചാരികളായിരുന്നോ? അരുൺകുമാർ, ഇന്നലെ രാത്രിയാണ് ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ടെമ്പോ ട്രാവലറും അതുപോലെ ഒരു ട്രക്കും കൂട്ടിയിടിച്ച് ഈ അപകടമുണ്ടായത്. ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്നവർ സഞ്ചാരികളാണ്, മലയാളികളാണ്. ആകെ 16 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 12 പേരും മലയാളികളാണ് എന്നതാണ് ഇപ്പോൾ പോലീസും ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ശ്രീനഗറിലേക്ക് ഈ ടെമ്പോ ട്രാവലറുമായി പോകുമ്പോൾ അപകടം ഉണ്ടാകുന്നത്. ബനിഹാൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. അവിടെ വെച്ച് തന്നെ ഈ പി സഫ്വാൻ എന്ന് പറയുന്ന 23 വയസ്സുള്ള മലയാളിയുടെ മരണം സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് ഇപ്പോൾ പോലീസും ആശുപത്രി അധികൃതരും അറിയിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 11 പേരടക്കം, മലയാളികളായ മറ്റ് 11 പേരടക്കമുള്ളവർക്ക് പരുക്കുകളുണ്ട്. ഇവർക്ക് നിസാരമായ പരുക്കുകളേ ഉള്ളൂ എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ പി സഫ്വാന്റെ നാട് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്ത് വരുന്നതേയുള്ളൂ. പലപ്പോഴും ഈ ജമ്മു കശ്മീരിൽ ജമ്മു ശ്രീനഗർ ഹൈവേയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാണ്.